നമ്മളൊക്കെ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടിലൻ വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മുടെ കാട്ടാളൻ ടീം മൊത്തം കോഴിക്കോട് വരുന്നുണ്ട്. എവിടെ അല്ലേ? ഹൈലൈറ്റ് മാളിൽ. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഡ്യൂട്ടിയിൽ നിന്ന് ഹാഫ് ഡേ ലീവൊക്കെ എടുത്ത് ഞാനും ദൈവനും കൂടിയും പോവാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന്. പ്രത്യേകിച്ച് നമ്മളെ മാർക്കോത്തെ വില്ലൻ നമ്മുടെ കബീർ മൂപ്പരോട് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ അവർ മൂപ്പരോട് ഒരു സെൽഫി കൂടെ എടുക്കണം. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഒരു സിനിമ കണ്ടത് മുതൽ, മാർക്കോ സിനിമ കണ്ടത് മുതൽ എനിക്ക് ഉണ്ണിമുകുന്ദനെക്കാട്ടും ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയൊരു ചങ്ങായിയാണ് മൂപ്പര് ആറ്റിറ്റ്യൂഡും അതും ഇതും. അപ്പോൾ എന്തായാലും നേരിട്ട് കാണാൻ കിട്ടിയൊരു അവസരമാണ്, മിസ്സാക്കില്ല ഇങ്ങനെയും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാഴ്ചയിട്ട് കാണാം. ഓക്കെ, ഞങ്ങൾക്ക് ഒരു മുട്ടം പണി കിട്ടി. ഹൈലൈറ്റ് മാളിൻ്റെ മാളിൽ കയറുന്നതിൻ്റെ പകരം ഞങ്ങൾ നേരെ പോയി കയറി. അവിടെ അറിയോ, ബിസിനസ് പാർക്കിൽ. അവിടെ വട്ടത്തിലിരുന്ന് കറിയുകൊണ്ടൊക്കെ എവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. അവസാനം വെറുതെ ഒരു ചെങ്ങാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവിടെ ഇവിടെ അല്ല, അതിന് തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ്, ആ മാളിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് രണ്ടാമത് വണ്ടി തപ്പി കണ്ടുപിടിച്ച് ഇതാ നേരെ നമ്മുടെ മാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ ഇങ്ങനെ തന്നെ പോയി. ഫൈനലി നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ട് ഏകദേശം സ്റ്റേജിന് തൊട്ടടുത്ത് തന്നെ എനിക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഇവരെ വീഡിയോസ് നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ക്രൗഡൊന്നുമല്ല ഇവിടെ ആ സമയത്ത് ഉണ്ടാവുക. ഇപ്പം 5 മണി ആയിട്ടേ ഉള്ളൂ. 5 മണിക്കാണ് ഇവരെ ലൊക്കേഷൻ ടൈം പറഞ്ഞത്. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 6 മണി 6:30 എന്നാലും ആവും പരിപാടി കൊടുക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വർഷക്കാലത്ത് കോഴിക്കോട്ടാണെടുക്കല് പോവേ, രാത്രിയില്ല കണ്ണ് കൊതുവയ്ക്ക്. വർഷക്കാലത്ത് കൂടുകൂട്ടാനെടുത്തില്ല ഞാൻ. ചിലരും വരുന്ന മാസം വരണേ, അകമുരുവേ കുറിക്കുമക കവിളിൽ മൊത്തം തരണേ. So the wait is over. മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ മൂവി പോൾ ജോർജ് സംവിധാനം ചെയ്ത, ഷെറി മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്ത under the banner of Fuse Animated, Kaatalan TV show. It's raw, it's real and it's Kaatalan. Please put your hands together for the team, Kaatalan. ഹൈലൈറ്റ് മാളിന്റെ കോഴിക്കോടിന്റെ കയ്യടികൾ കാട്ടാളൻ ടീമിന് നൽകിയാണ്. Please put your hands together for Team Kaatalan. Kaatalan TV Solution powered by Stay and Go. Here we have Arunachal, Sunisa, Kabir Singh, and the director Paul George. Nusana Vijayan. Kaatalan. Here we have the team Kaatalan. Once again, please put your hands together for the Kaatalan team. ഒരു കയ്യടി കോഴിക്കോടിന്റെ ഒരു വൈബ് കൊടുക്ക്. Can you make some noise for Kaatalan? നമ്മളൊക്കെ കണ്ട കൈയടിച്ച ഒരുപാട് പേരാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്, അതും ഹൈലൈറ്റ് മാളില് ഇതാ ഇവിടെ. സോ can we start something wild is on your ആണെങ്കിൽ ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡാം ഷുവർ ഇത് നിങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോമാണ്. സ്റ്റേ
13 മരണപ്പെട്ട അപ്പന് വേണ്ടിയുള്ള ഒരു മകന്റെ പ്രാർത്ഥന ആഗ്രഹിച്ചതെന്തോ അത് ഇത്രയും വലിയ കാസ്റ്റിംഗ് ലൈനപ്പില് ഇത്രയും വലിയൊരു മാസ് ഹെവി പടം മലയാളത്തിന് സമ്മാനിക്കാൻ പോകുന്ന ഡയറക്ടർ പോൾ ജോർജ് is here. It's none other than Ravi Basu. Please put your hands together. Wow! What a man, what a music. Please put your hands together for Ravi Basu. And next we have Mr. Shibin. Whoa! Next we would like to invite Sean John. And next we have Sandeep. Whoa! Please. And next Hari Shankar. And next we have Raj Siransu. Sorry man. Raj, is it okay? And next, Alvation Kode. Welcome to your Dixter. The sensational singer and our dear announcer. And next, വേട്ടയൻ വീരധൂര സൂര്യനൊക്കെ കണ്ട സമയത്ത് നമ്മളെ കിടിലം കൊള്ളിച്ച തുഷാര വിജയൻ. Please put your hands together. കൊടൂര വില്ലൻ ഓഫ് മാർക്കോ കബീർ സിംഗ്. South Indian movie industry is none other than Sunil Sir. Please put your hands together. അങ്ങനെ ഗായ്സ് ഇവിടെ പരിപാടി അടിച്ച് പൊളിച്ച് നടന്നുകൊടുക്കുകയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കബീർ സിംഗിൻ്റെ കൂടെ നമ്മുടെ മാർക്കോത്തെ വില്ലൻ്റെ കൂടെ സെൽഫി എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ആ ഒരു അവസരം ഇന്ന് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനിയും പരിപാടീൻ്റെ ഒരു ഘോഷയാത്രയുടെ ഉള്ളിൽ എല്ലാവരും ഉണ്ട്. അനാൻഷയും പിന്നെ അതുപോലെ ഏതൊക്കെയോ നടിമാരും നടന്മാരും പേരൊന്നും എനിക്കറിയില്ല. ഫുള്ള് തെന്നിന്ത്യൻ സ്റ്റാറുകളാണ്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇനി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് എത്രമാത്രം പറ്റുമെന്നറിയില്ല. ക്രൗഡിനുള്ളിൽ കയറാൻ വയ്യ. അപ്പോൾ പാട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും പാട്ടിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ എടുക്കാണ്ട്. അപ്പോൾ ഓക്കെ. ഇത് നമ്മുടെ പുഷ്പ സിനിമയിലെ വില്ലനാണ് കേട്ടോ. നാവിലെ ബ്ലേഡൊക്കെ വെച്ച് നടക്കുന്ന മൂപ്പര് ഭയങ്കര സിമ്പിളാട്ടോ. ഞാൻ മൂപ്പരോട് ഒന്ന് സെൽഫി ഒക്കെ എടുത്ത് സത്യം പറയല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത് തെലുങ്ക് നടൻ ആക്ടർ സുനിലാണ്.
പെട്ടെന്ന് പോണേ കൊണ്ട് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. വേഗം ഫോട്ടോ കൊണ്ട് എടുത്ത് അനാൻഷ ബ്രോ അങ്ങനെ ഇവിടുത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 9 മണിയായി. അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. പിന്നെ ഹനാൻഷൻ്റെ ഫാൻസ് ബേസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത്രങ്ങാനും ചെറിയ മക്കളറിയാം ഹനാൻഷനെ വളഞ്ഞിട്ട് പൊതിഞ്ഞ്. അതിൻ്റെ വിഷ്വൽസൊക്കെ ഇതിലുണ്ട്. അതുപോലെ നമ്മുടെ പുഷ്പയിലുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. മൂപ്പര് ഭയങ്കര സിമ്പിളായിട്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കുകയാണോ, എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനോ. മൂപ്പര് ഞാൻ ഹഗ് ചെയ്തു, അതുപോലെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. മൂപ്പര് കുറച്ച് കാരണം എടുത്ത് സംസാരിച്ചു. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണമെന്ന് മൂപ്പര് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ക്യാമറ ഓണാക്കാൻ പറ്റുവിട്ടു. ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിനെ, പക്ഷെ അത് നടന്നിട്ടില്ല. ഞാൻ പിന്നെയാണ് എൻ്റെ വീഡിയോസൊക്കെ നോക്കിയത്. അതുപോലെ ഹിപ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഓടിയിരുന്നു. ഇവിടെ ആൾക്കാരെ ഹനാൻഷനെ പുറകെ വരുന്നതിൻ്റെ ബാക്കിൽ ഹിപ്സ്റ്റർ മുങ്ങി. കുറച്ച് വിഷ്വൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വേനം ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ മൂപ്പരെ ഒരു ബിഗ് ഫാനാണ്. അത് ഈ ബൈക്ക് ഭ്രാന്തന്മാർക്ക് എടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും മൂപ്പര് ആരാണ് എന്താണെന്നൊക്കെ. കാരണം മൂപ്പരെ നേരിട്ട് കാണാൻ പറ്റും. പക്ഷേ മൂപ്പരെ ഫേസ് അന്നും ഇന്നും എന്നും ആരാണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഇല്ലാണ്ട് നടക്കുന്ന ആളാണ്. അതുപോലെ നമ്മുടെ സ്റ്റൈലിൽ കേട്ടോ. എന്തായാലും ഇന്ന് ഞാൻ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷവാനാണ്. എന്താണ് ചിത്ര പറയാനുള്ളത്? നമ്മൾ ഒന്നെന്തായാലും മുതലായി, ഇല്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ലല്ലോ. സത്യം, ഒരു ഹാഫ് ഡേ ലീവൊക്കെ പോട്ടെ, പക്ഷെ നമ്മുടെ ലൈഫിൽ ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടുന്നല്ല. ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഇത്രയും ആൾക്കാരെ അതും പോരാ, നമുക്ക് സെൽഫി എടുക്കാനൊക്കെ പറ്റാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു 0.1% മാത്രം. അതൊക്കെ എന്തായാലും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.